ഹലോ എവരിവൺ, വെൽക്കം ടു D4Mind ചാനൽ. ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. സോപ്പ് വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് എക്സ്പെരിമെൻറ്റ്. മഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ച് സൾഫ്യൂരിക് ആസിഡിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് മുമ്പ് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലൊരു പരീക്ഷണമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് സോപ്പ് വെള്ളമാണെന്ന് മാത്രം. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ആരംഭിക്കാം. ആവശ്യമായ സാധനങ്ങൾ: 4 ഗ്ലാസ്, 2 സ്പൂൺ ഡിറ്റർജൻറ്റ് പൗഡർ, 4 ഗ്ലാസ് വെള്ളം, ഇതേപോലെ കട്ട് ചെയ്ത 5 വയർ പീസ്, LED, കനം കൂടിയ കോപ്പർ വയർ 4 എണ്ണം, ഒരു പെർഫ്യൂം ബോട്ടിൽ, അലൂമിനിയം ആയിരിക്കണം. പെർഫ്യൂം ബോട്ടിൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി പെയിൻറ് കളഞ്ഞ് എടുക്കുക. അതിനുശേഷം ഹാക്സോ ഉപയോഗിച്ച് ഇതേപോലെ 4 പീസ് കട്ട് ചെയ്ത് ഹോളിട്ടെടുക്കുക. അലൂമിനിയവും കോപ്പറുമാണ് ഇവിടെ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത്. അലൂമിനിയത്തിന് പകരം സിങ്കും ഉപയോഗിക്കാവുന്നതാണ്. ക്വാളിറ്റിയുള്ള ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു വയറിൻ്റെ ഒരു തുമ്പിൽ കോപ്പറും മറുഭാഗത്ത് അലൂമിനിയം പ്ലേറ്റും ബന്ധിപ്പിക്കുക. അങ്ങനെ ഒരു 3 എണ്ണം റെഡിയാക്കി എടുക്കുക. ബാക്കി 2 ഇലക്ട്രോഡുകളിൽ സെപ്പറേറ്റ് ആയിട്ട് വയർ കണക്ട് ചെയ്യുക. കോപ്പറിൽ റെഡ് വയറും അലൂമിനിയത്തിൽ ബ്ലാക്ക് വയറും ആയിരിക്കണം. അടുത്തതായി വെള്ളത്തിലേക്ക് ഡിറ്റർജൻറ്റ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 4 ഗ്ലാസ്സിലും ഡിറ്റർജൻറ്റ് വാട്ടർ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇലക്ട്രോഡുകളെ ഗ്ലാസ്സിൽ ഹോൾഡ് ചെയ്യുന്നതിന് എല്ലാ ഗ്ലാസ്സിലും ഞാൻ അല്പം മണ്ണിട്ട് കൊടുക്കുകയാണ്. ഇനി ഇലക്ട്രോഡുകളെ ഗ്ലാസ്സിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു ഗ്ലാസ്സിൽ നിന്നും അടുത്ത ഗ്ലാസ്സിലേക്ക് ഇതേപോലെ വയ്ക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു അലൂമിനിയവും ഒരു കോപ്പറും എന്ന ക്രമത്തിലായിരിക്കണം. ബാക്കി 2 ഇലക്ട്രോഡുകൾ ആദ്യത്തെയും അവസാനത്തെയും ഗ്ലാസ്സുകളിലായി ക്രമീകരിക്കുക. അങ്ങനെ നമ്മുടെ ഡിറ്റർജൻറ്റ് ബാറ്ററി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 3.4 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. നമ്മുടെ എക്സ്പെരിമെൻ്റ് അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. 3.56 വോൾട്ട് ആയിട്ടുണ്ട്. ഇനി എത്ര ആംപിയർ കറണ്ട് കിട്ടുന്നുണ്ടെന്ന് കൂടി നോക്കാം. 0.01 ആംപിയർ കറണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് വളരെ കുറവാണ്. എങ്കിലും ചെറിയ LED പ്രവർത്തിക്കുവാൻ ഇത് മതിയാകും. കറണ്ടിൻ്റെ അളവ് കൂട്ടുന്നതിന് ഇലക്ട്രോഡിൻ്റെ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കണം. ഇനി ഈ LED നമ്മൾ നിർമ്മിച്ച ബാറ്ററിയിൽ പ്രവർത്തിക്കുമോ എന്ന് നോക്കാം. സൂര്യപ്രകാശമുള്ളതിനാൽ കാണാൻ പ്രയാസമാണ്. ഇപ്പോൾ ഈ LED നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. എൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.